കുഞ്ഞ് അവൻ നല്ലോണമൊക്കെ പഠിക്കുന്നൊരു കുഞ്ഞാണ്, അവന് നല്ല കരിയറുള്ളൊരു കുഞ്ഞാണ്. അവൻ്റെ 13 വയസ്സിലെ അവൻ്റെ ജീവൻ പോയതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നാളെയാണെങ്കിലും ഒരു കുഞ്ഞിനും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. പിന്നെ അമ്മ ഒരു 4 മാസമായിട്ടുള്ളൂ ഒരു കുവൈറ്റിലേക്ക് ഒരു ജോലിക്കായിട്ട് പോയത്. അത് വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ല, ഒരു സാധാ ജോലിക്കായിട്ട് പോയതാണ്. അപ്പോൾ അവരുടെ കുടുംബം വളരെ ജീർണിച്ച അവസ്ഥയിലാണ് അവരുടെ വീട് നിൽക്കുന്നത്, താഴെ വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ പോയത്. 4-4.5 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാതാവ് ദൂരെ കിടക്കുമ്പോൾ ഒരു മകൻ മരണപ്പെടുക എന്നറിയുമ്പോഴുള്ള ഒരു വേദന എങ്ങനെയാണ് പ്രതികരിക്കാമെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്കൂളിൽ അടച്ചു കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് എല്ലാ ടീച്ചേഴ്സും പിന്നെ കുട്ടികളില്ലാന്ന് പറഞ്ഞ് ക്യാൻവാസിങ്ങിന് ഇറങ്ങും. കുട കൊടുക്കുന്നു, ബാഗ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു. അതല്ല, അവർ വന്ന സിറ്റുവേഷനിൽ, അവർ സ്കൂളിൽ പഠിക്കുന്ന സിറ്റുവേഷനിൽ അവരുടെ സുരക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോൾ എവിടെയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്? തേവലൂർ സ്കൂളിലാണ് നടന്നിട്ടുള്ളത്. ഈ കാണുന്ന ലൈനിൽ നിന്നാണ് കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. ഇതിപ്പം കുറേ കാലമായോ ഇതിങ്ങനെ നിൽക്കുന്നു ഈ ലൈന്? ഇത് ഞാൻ അറിഞ്ഞിടത്തോളം ഞാനിവിടെ പഠിച്ച ആളല്ല. ഞാൻ ഈ സമീപപ്രദേശത്ത് 5 കിലോമീറ്ററിനപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. എൻ്റെ മകനും ഇവിടെ പഠിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ അറിഞ്ഞത് 8 വർഷത്തോളം കൊണ്ട് ഈ ലൈൻ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഈ ലൈൻ കമ്പി പോകുന്നുണ്ടോ? 25 വർഷം കൊണ്ട്. ഓക്കെ, അപ്പം അത് അത്രയും നാളുകൊണ്ട് ഇതുവഴി പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ KSEB ആണെങ്കിലും അല്ല സ്കൂൾ അധികൃതരാണ് ഇത് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് എന്തുകൊണ്ടാണ്? പഠിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവരാണ് അവിടുത്തെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ HM, പിന്നെ ടീച്ചേഴ്സ്, അവിടുത്തെ മാനേജ്മെൻറ്റാണ്. അപ്പോൾ അവരിങ്ങനൊരു സാഹചര്യം ഉള്ളപ്പോൾ അവിടെ ഓപ്പണായിട്ട് എടുക്കുകയാണ്. അപ്പം പിള്ളേരിപ്പം കളിക്കാൻ കൂട്ടത്തിൽ പന്ത് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ പോകുന്നു. അപ്പോൾ അവർ കമ്പ് വെച്ച് എത്തിയെടുക്കാൻ നോക്കും, പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവരടുത്ത വഴി നോക്കും. അവർ കുഞ്ഞുങ്ങളാണ്, അവരെന്ത് ചെയ്യും? കയറാൻ പറ്റുന്ന വഴിയിലൂടെ കയറി ലൈൻ കമ്പി എവിടെ കിടക്കുന്നത് ലൈൻ കമ്പിയാണെന്നോ അതെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ കറണ്ടടിക്കുമെന്നോ മരിക്കുമെന്നോ അവർക്കറിയില്ല. അവർ കയറും, സ്വാഭാവികമായിട്ട് അവർ കയറും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? സ്കൂളുകാരോ അല്ലെങ്കിൽ KSEBക്കാർ, സ്കൂളുകാരെന്ന് പറഞ്ഞാൽ അവരാദ്യം റിപ്പോർട്ട് ചെയ്യണം, ഇങ്ങനൊരു സംഭവമുണ്ട്, ഇത് കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ നിൽക്കുന്ന ഒരു ഭീഷണിയാണ്. അത് അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരത് മാറ്റണം. അത് ചെയ്തിട്ടില്ല. വർഷങ്ങളായിട്ട് കടന്നു പോകുന്ന ലൈനാണ്. ഇപ്പം നമുക്കൊരു അനുഭവം വരുമ്പോഴല്ല നമ്മളത് ചിന്തിക്കേണ്ടത്. അതിന് മുന്നേ നമ്മളെന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ അത് മാറ്റണം. ഇപ്പോൾ ഒരു അനുഭവം വന്നപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇപ്പം തിടുക്കമായിട്ടെല്ലാം നോക്കുന്നു, അത് നോക്കുന്നു, എല്ലാം ക്ലിയറായിട്ട് അവർ ചെയ്യാൻ തിടുക്കം കൂട്ടുന്നു. അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കുഞ്ഞു മകൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മകനാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ്. അവനെ എൻ്റെ വീട്ടിൽ വരുന്നതാണ്. അപ്പം അവന് അത്രയും അവൻ നല്ലോണമൊക്കെ പഠിക്കുന്നൊരു കുഞ്ഞാണ്, അവന് നല്ല കരിയറുള്ളൊരു കുഞ്ഞാണ്. അവൻ്റെ 13 വയസ്സിലെ അവൻ്റെ ജീവൻ പോയതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നാളെയാണെങ്കിലും ഒരു കുഞ്ഞിനും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. പിന്നെ അമ്മ ഒരു 4 മാസമായിട്ടുള്ളൂ ഒരു കുവൈറ്റിലേക്ക് ഒരു ജോലിക്കായിട്ട് പോയത്. അത് വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ല, ഒരു സാധാ ജോലിക്കായിട്ട് പോയതാണ്. അപ്പോൾ അവരുടെ കുടുംബം വളരെ ജീർണിച്ച അവസ്ഥയിലാണ് അവരുടെ വീട് നിൽക്കുന്നത്, താഴെ വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ പോയത്. 4-4.5 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാതാവ് ദൂരെ കിടക്കുമ്പോൾ ഒരു മകൻ മരണപ്പെടുക എന്നറിയുമ്പോഴുള്ള ഒരു വേദന എങ്ങനെയാണ് പ്രതികരിക്കാമെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്കൂളിൽ അടച്ചു കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് എല്ലാ ടീച്ചേഴ്സും പിന്നെ കുട്ടികളില്ലാന്ന് പറഞ്ഞ് ക്യാൻവാസിങ്ങിന് ഇറങ്ങും. കുട കൊടുക്കുന്നു, ബാഗ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു. അതല്ല, അവർ വന്ന സിറ്റുവേഷനിൽ, അവർ സ്കൂളിൽ പഠിക്കുന്ന സിറ്റുവേഷനിൽ അവരുടെ സുരക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത്. നമ്മൾ സ്കൂളുകളിൽ അവർ വിടുന്ന അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അവർ വിദ്യാഭ്യാസം ചെയ്ത് അവരാ കുടുംബം പോറ്റാൻ. ഇപ്പം അവൻ ആ കുടുംബത്തിലെ ഒരു മൂത്ത മകനാണ്, അവനാണ് ആ കുടുംബത്തിലെ അത്താണി എന്ന് പറയുന്നത്. അവൻ വളർന്നു വന്ന് അവനിലെ പ്രതീക്ഷയാണ് അപ്പനും അമ്മയ്ക്കും. അവരൊരു പാവപ്പെട്ട കുടുംബമാണ്. അപ്പനാണെങ്കിൽ മേശിരിപ്പണി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മേശിരിപ്പണിയൊന്നും ഇല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവിടെ പണിയുള്ളത്. പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മകനെ പോലെ ഒരു മകനാണതും, എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ്. എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അവൻ, മിഥുൻ. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് സ്കൂളുകളിലാണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളുടെ സുരക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത്. ഭാഗ്യമായതൊക്കെ പലരും കൊടുക്കും, അവർക്ക് സുരക്ഷ. ഇപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു? അത് ഇത്രയും വർഷം ഉള്ള മാനേജ്മെൻറ്റും ടീച്ചേഴ്സും പിന്നെ അധ്യാപകരും അതുകൊണ്ട് HM ഇവർക്കറിയില്ലേ ഇങ്ങനെ ലൈൻ്റെ സ്കൂളിൻ്റെ പരിസരത്തൂടെ കടന്നു പോകുന്ന ലൈൻ എന്തുകൊണ്ട് അപകടമാണെന്ന് അവർ ചിന്തിച്ചില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അവന് അറിവില്ലായ്മ. കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റുമോ? 13 വയസ്സുള്ള കുഞ്ഞിന്, ഇത്രയും പ്രായമുള്ള മനുഷ്യർക്ക്, പക്വതയുള്ള മനുഷ്യർക്ക് അറിയാൻ പറ്റാത്ത കാര്യം കുഞ്ഞിന് അറിയാൻ പറ്റുമോ? അവൻ കളിച്ചുകൊണ്ട സമയത്ത് അവൻ മേളിൽ പോയ അവൻ്റെ ഒരു കൂട്ടുകാരനെ ചെരുപ്പെടുക്കാൻ വേണ്ടി അവൻ കയറി, അവൻ അബദ്ധം പറ്റി, അവൻ അവിടെ വീണു. ഇത്രയും നാൾ പഠിപ്പിച്ച് ഇത്രയും അനുഭവപാഠമുള്ള മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യം കുഞ്ഞിനെ കുറ്റപ്പെടുത്ത കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് നാളെയാണെങ്കിലും ഇങ്ങനെ ഒരു ജീവൻ ഒരു കുഞ്ഞുങ്ങൾക്കും നഷ്ടപ്പെടാൻ പാടില്ല. അതിനുള്ള കാര്യങ്ങൾ
ഇപ്പൊ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കയറുക എന്ന് പറയുന്ന അപകടമല്ലേ? അപ്പൊ അതും സ്കൂൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? സ്കൂൾ ശ്രദ്ധിക്കണം. ഇപ്പം അപകടം, അപ്പം അവർ കയറാൻ പറ്റുന്ന ഒരു പൊക്കവേ ഉള്ളൂ, അതല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടിയും മിന്നലും അതേപോലെയുള്ള മഴകളും പിന്നെ എന്താ പറയുന്നത്, ഒരു പ്രകൃതിക്ഷോഭമായ അവസ്ഥയാണുള്ളത്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ലൈൻ അതിനകത്ത് പൊട്ടി ഇതിൻ്റെ മുകളിൽ വീണു. ഇത് GA ഷീറ്റ് കൊണ്ട് അടിച്ചേക്കുന്ന സാധനമാണ്, കമ്പിയാണ്. എത്രയോ കുഞ്ഞുങ്ങൾ സൈക്കിൾ കൊണ്ട് വെക്കുന്നതാണ്. രാവിലെ ടീച്ചേഴ്സ് വരുന്നതിന് മുമ്പാണ് ഇവർ കൊണ്ടുവെക്കുന്നതെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ മരിച്ചു വീഴും. ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അതൊക്കെ? എന്തുകൊണ്ട് ചിന്തിക്കില്ല? നിങ്ങൾക്ക് തന്നെ കാണുമല്ലോ, അത് GA ഷീറ്റ് കൊണ്ട് അടിച്ചേക്കുന്നത് പൈപ്പാണത്, ഇരുമ്പ് പൈപ്പാണത്. അതിൻ്റെ തൊട്ട് മേളിൽ ലൈൻ പോയേക്കുന്നത്. ഒരു ലൈൻ പൊട്ടി വീണാൽ ഒരു ലൈൻ പൊട്ടി വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷോക്ക് അടിച്ച സമയത്ത് അവൻ്റെ കാറ് ടച്ച് ചെയ്തിരുന്നെങ്കിലും ഒന്ന് അലച്ചു നോക്ക്, എത്ര കുഞ്ഞുങ്ങളതിനകത്ത് മരിക്കും. ഇതൊക്കെ നമ്മൾ ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെയേറെ സംരക്ഷിക്കേണ്ട ഒരു സ്ഥാപനമാണ്. അത് നമ്മൾ എത്രയും വേഗം ഇനിയെങ്കിലും മറ്റൊരാൾക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. HM-നെ മാറ്റിയത് കൊണ്ട് മാത്രമായില്ല. HM മാത്രമല്ലല്ലോ ഇതിൽ കുറ്റക്കാരി. HM-നെ മാത്രം കൊണ്ടും ആയില്ലല്ലോ. ഇവിടുത്തെ HM-നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇതിനകത്ത് രാഷ്ട്രീയമോ മതപരമായ കാര്യങ്ങളോ അല്ല. നമ്മൾ വരും തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഇനി ഒരു രീതിയിലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരു HM-നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു കാര്യമില്ല. ഇത് എത്രയും പെട്ടെന്ന് രക്ഷിതാക്കളും PTA കമ്മിറ്റിയും അതിനൊക്കെയുള്ള ഇതിന് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇത് കൃത്യമായി ചെയ്തിരിക്കണം. ഇനി ഒരിടത്തും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. രക്ഷിതാക്കൾക്ക് സമാധാനത്തിൽ കുഞ്ഞിനെ സ്കൂളിൽ വിടണം. അതെ, നമ്മൾ എന്ത് ഉറപ്പിലാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ എന്ന് അറിയാതെ നമ്മൾ എങ്ങനെ സ്കൂളിലേക്ക് വിടുന്നത്? എങ്ങനെ വിടും? എനിക്ക് 2 മക്കളുണ്ട്. എങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത്? എൻ്റെ കുഞ്ഞിവിടെ അല്ല പഠിക്കുന്നത് എങ്കിൽ പോലും എന്നെപ്പോലുള്ള എത്രയോ രക്ഷിതാക്കൾ ഈ ആശങ്കപ്പെടുന്നുണ്ട് സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഇനി അങ്ങനെ ആവാൻ പാടില്ല. പിന്നെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പഠിച്ച എങ്ങനെയാണ്. ടീച്ചേഴ്സ് നമ്മൾ എത്രമാത്രം കെയർ ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ കെയറിങ് കുറവെന്നല്ല പറയുന്നത്, എത്രമാത്രം കെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. സ്കൂൾ കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ടീച്ചേഴ്സും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കുഞ്ഞുങ്ങളെ നോക്കേണ്ടത്. അവരത് ചെയ്തിരിക്കണം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എത്രമാത്രം ഡേഞ്ചർ. ഇതിപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇത്രയും നാളൊന്നും സംഭവിച്ചില്ല, ഇപ്പോൾ ഇത് സംഭവിച്ചു. ഇത് സംഭവിക്കുമ്പോൾ മാത്രമല്ല, ഇതൊക്കെ എത്ര വേഗം ചെയ്യാമോ അത്ര വേഗം ചെയ്യേണ്ട കാര്യങ്ങളാണിത്. കുഞ്ഞുങ്ങളാണ്, അവർക്കറിയില്ല ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുമെന്നോ അല്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നോ അവർക്കറിയില്ല. അവർ കളിയുടെ ശ്രദ്ധയിൽ ഒരു ചെരുപ്പാൽ അല്ല പന്ത് പോയി അല്ലെ പന്ത് ചെരുപ്പ് വീണു, അവർ കയറി എന്താ കഴിയുന്നത്? നമ്മളെന്ത് ചെയ്യും? നമ്മൾ കയറി എടുക്കാൻ നോക്കും. അതിനിടയ്ക്ക് ആ കുഞ്ഞ് സ്ലിപ്പായി വീഴാൻ സമയത്ത് അവൻ കയറി പിടിക്കുന്നത് അവനറിയില്ല. കയറി പിടിച്ചാൽ അവൻ മറിഞ്ഞ് വീഴുന്ന ഇതിലായിരിക്കും അവൻ കയറി പിടിച്ചത്. ഒരിക്കലും അങ്ങനെ ആകരുത്. ഏത് സ്കൂളാണെങ്കിലും വളരെ സുരക്ഷിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്.